കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത സ്ട്രാപ്പ് ഗൗൺ ചിലർക്കൊക്കെ മനസ്സിലാവണില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്യണത്. അപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഈ സ്ട്രാപ്പ് ഗൗണിൻ്റെ മോഡൽ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ സ്ട്രാപ്പ് കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മളെ വേസ്റ്റ് റൗണ്ട് വരുന്നത്. പക്ഷേ ഈ വേസ്റ്റ് റൗണ്ടിൻ്റെ ഇവിടെ അല്ല ഞാൻ ഫസ്റ്റ് ഞെറിവിട്ടത്. ഫസ്റ്റ് ഞെറിവിട്ടത് ഇവിടെ ആയിരുന്നു, കുറച്ച് ഹിപ്പിൻ്റെ അവിടെ കുറച്ചൊരു മേൽഭാഗത്ത് കയറ്റി. അപ്പോൾ ഇവിടുന്ന് ഇവിടെ ഞെറിട്ടിട്ട് പിന്നെ ഞെറിട്ടത് ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് ഞാൻ ഇതിൽ പറയാമെന്ന് കരുതി. പിന്നെ ഞാൻ പേപ്പറിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ സ്ട്രാപ്പിൻ്റെ ഇവിടുന്ന് ഈ ഷോൾഡർ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്ത് വന്നിട്ട് 5 ഇഞ്ചായിരുന്നു. ഈ 5 ഇഞ്ച് ഡബിളാക്കിയിട്ടാണ് നമുക്ക് 10 ഇഞ്ച് കിട്ടിയത്. പിന്നെ ഇവിടേക്കുള്ള ലെങ്ത്ത് നമ്മളെടുത്തത് 7 ആയിരുന്നു, ഈ ഒരു ചെരിച്ചിട്ടുള്ള ആം ഹോളിൻ്റെ ഭാഗം. അപ്പോൾ ഈ 7 ഇഞ്ച് കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തില്ല. ആ ക്രോസ് പീസ് കട്ട് ചെയ്തത് ഒരു 24 ഇഞ്ചായിരുന്നു, വലിയ ക്രോസ് പീസ്. പിന്നെ ഇവിടേക്കാണ് ഒരു ക്രോസ് പീസ് ആവശ്യമുള്ളത്, ഇവിടെ ഫുള്ളായിട്ട് വട്ടത്തിൽ വരാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്ത്. പിന്നെ ഇവിടേക്ക് വരാനുള്ള ഒരു ക്രോസ് പീസ് നമ്മൾ 2 ചെറിയതായിട്ട് 8 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇത് വന്നിട്ടുള്ളത് ലെങ്ത്ത് വന്നിട്ടുള്ളത് 8 ഇഞ്ചായിരുന്നു. ഇവിടെ നിന്നാണ് പിന്നെ ഞാൻ ഇവിടെ മോള ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 5 ഇഞ്ച് വിട്ടിട്ട് ഇവിടെ നിന്നാണ് ഞാൻ അളവെടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒറ്റ അളവെടുത്തിട്ടുണ്ടായിരുന്നത് അത് വന്നിട്ട് 14 ഇഞ്ചായിരുന്നു എടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് അളവെടുത്തത് ഇവിടെ നിന്ന് ഇവിടെ ഒറ്റുള്ളത് 14 ഇഞ്ചായിരുന്നു. പിന്നെ ഇവിടെ നിന്നിട്ട് അളവെടുത്തത് 23 ഇഞ്ചായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തത് 10.5 ഇഞ്ചായിരുന്നു. ഇതിലൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനുള്ള അളവ് കൂട്ടിയെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വിടുത്ത് എന്ന് പറഞ്ഞത് ഇവിടെ മാത്രം, അത് ലൈനിങ്ങിന് മാത്രം ഞാൻ വിടുത്തെടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ സാധാ മെയിൻ ക്ലോത്തിൽ നമ്മൾ വിടുത്തെടുത്തിട്ട് കാര്യമില്ല. കാരണം അത് നമ്മൾ ഒരു 8 ഇഞ്ച് കൂട്ടിയിട്ട് ഞെറിവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈനിങ്ങിൽ വിടുത്തെടുത്ത് 36 ഇഞ്ചായിരുന്നു ചുറ്റുവട്ടം, ചെസ്റ്റിൻ്റെ ചുറ്റുവട്ടം 36 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിന് 4 ആക്കി മടക്കിയിട്ടാണ് ഞാൻ 9 ഇഞ്ച് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ 9 ഇഞ്ചാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് ഞാനിനി പേപ്പറിൽ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ലൈനിങ് നമ്മൾ 2 മീറ്ററാണെന്ന് കരുതിയിട്ട് ഈ പേപ്പർ മടക്കുകയാണ്. അപ്പോൾ ഇതൊരു മീറ്റർ, ഇത് 2 മീറ്റർ. അപ്പോൾ ഈ 2 മീറ്റർ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് എപ്പോഴും എങ്ങനെ മടക്കുക, 2 മീറ്റർ ഇങ്ങനെ മടക്കുക ആദ്യം, എന്നിട്ട് പിന്നെ ഇങ്ങനെ മടക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് ഈ സാധാരണ ലൈനിങ്ങിന് ചുരിദാറിനൊക്കെ ലൈനിങ് വെട്ടുമ്പോൾ 2 കഴുത്ത് ഉണ്ടാവില്ല, ഒന്ന് ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെയും വെട്ടാം, അതുപോലെ ബാക്കിൽ കഴുത്ത് ഇവിടെ കുറച്ചിട്ട് വെട്ടാം. അപ്പോൾ എപ്പോഴും ക്ലോത്ത് ഇങ്ങനെ മടക്കി വെക്കുക. ഇങ്ങനെ ഒരു മടക്കുണ്ടാവും. അപ്പോൾ ഇങ്ങനെ മടക്കിയ ക്ലോത്തിന് നമുക്ക് ഇനി ലൈനിങ് മേൽ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷോൾഡറിൻ്റെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ എന്ന് പറഞ്ഞാൽ സാധാരണ എൻ്റെ മോൾക്ക് എപ്പോഴും 13 ഷോൾഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ ഷോൾഡറിൻ്റെ അടയാളപ്പെടുത്തിയിട്ട് 8 ഇഞ്ചാണ്. 8 ഇഞ്ചിന് നമുക്ക് 2 ഭാഗമാക്കിയിട്ടാണ് 4 ഇഞ്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 4 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടാണ് ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഇത് 4 ഇഞ്ചായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഏറ്റവും നമുക്ക് സ്ട്രാപ്പ് ഇത് വേണ്ട, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടല്ല പോണത്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ സാധാ ഷോൾഡർ കിടക്കൽ ഇവിടെ ആവും, പക്ഷേ ഈ സ്ട്രാപ്പ് വന്നിട്ട് കുറച്ച് ഇവിടേക്ക് വരണം. അപ്പോൾ ഈ ഷോൾഡറിനേക്കാളും ഒരു 1.5 ഇഞ്ചൊക്കെ കുറച്ചിട്ടാണ് നമ്മൾ സ്ട്രാപ്പിനുള്ള അളവെടുക്കൽ. അപ്പോൾ ഈ 4 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 4 ഇഞ്ച് ഇവിടെ ഒരു കുറച്ച് കുഴിച്ച് വെട്ടാണ്ട്. അപ്പോൾ ഈ കുഴിച്ച് വെട്ടുന്നത് ഞാൻ എത്ര എടുത്തിട്ടുള്ളത്, 2.5 ഇഞ്ചായിരുന്നു കുഴിച്ച് വെട്ടാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 2.5 ഇഞ്ച് കുഴിച്ച് വെട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഇവിടേക്ക് ഈ 4 ഇഞ്ചിക്ക് ഈ കുഴിച്ച് വെട്ടിയ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു കർവ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആം ഹോൾ കിട്ടണം. ആ ആം ഹോളിന് ഞാൻ ഒരു 7 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നത്. 7 ഇഞ്ച് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, 7 ഇഞ്ച്. പിന്നെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ഈ വിടുത്ത് കിട്ടിയാൽ നമുക്ക് ഇവിടേക്കുള്ള ആം ഹോൾ കുറച്ചുകൂടി വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടേക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് 9 ഇഞ്ചായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇവിടെ ഈ പോയിൻ്റേക്ക് ഇതിങ്ങനെ ഒരു ചെരിച്ച് വരച്ച് കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യുക, ഈ ഇവിടേക്കുള്ള വിടുത്ത് ഒരു 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ 14 ഇഞ്ചിക്ക് ഇങ്ങനെ ചെരിച്ച് വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ മനസ്സിലായില്ല ഈ ലൈനിങ് അങ്ങനെ വെട്ടുന്ന രീതിയിൽ നിന്ന്. ഫസ്റ്റ് നമ്മൾ 4 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. പിന്നെ കഴുത്തിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇവിടെ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഈ 4ക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇവിടെ നിന്ന് അടയാളം കിട്ടിയത് 7 ഇഞ്ചായിരുന്നു.
7 ഇഞ്ചാണ് ആം ഹോളിന് വേണ്ടിയിട്ട് ഇവിടേക്ക് വരച്ച് കൊടുത്തത്. പിന്നെ ഈ പോയിൻ്റിൽ നിന്ന് ഇവിടേക്ക് 9 ഇഞ്ചാണ്. അങ്ങനെ ഇതിങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ 40 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് എന്ത് ചെയ്യാം, ലൈനിങ് കട്ട് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈനിങ് ഈ മെയിൻ ക്ലോത്തിക്ക് വെച്ചുകൊണ്ട് നമുക്ക് അടയാളം വെച്ച് കൊടുക്കാം. ഇത് ഇങ്ങനത്തെ മെത്തേഡല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്. അത് ഇങ്ങനെ ഞാൻ ചെയ്തിരുന്നു, പക്ഷേ അത് ഞാൻ വീഡിയോയിൽ ഓണാക്കാൻ മറന്ന്. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പാർട്ട് അതിലില്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ടാണ് ചെയ്തതായിരുന്നു, അതുകൊണ്ടാവും ചിലപ്പോൾ മനസ്സിലാവാതെ പോയത്. അപ്പോൾ ഈ ലൈനിങ് ഞാൻ എന്ത് ചെയ്യത്, കുറച്ച് ഈ ക്ലോത്തിൻ്റെ അകലം വിട്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു അകലം ഒരു 8 ഇഞ്ച് ഞാൻ വിട്ടിട്ടുണ്ട്. ഒരു 8 ഇഞ്ച് വിട്ടിട്ടാണ് ഈ ഒരു ലൈനിങ് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് ഈ ലൈനിങ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഈ പോയിൻ്റില്ലേ, ഇവിടെ തന്നെ ഈ ക്ലോത്തിൻ്റെ ഈ ഒരു എൻഡിൽ തന്നെ വെച്ചിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാനുള്ളതാണ്. ഒരു 8 ഇഞ്ച് അകലം വിട്ടിട്ടാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുള്ളത്. ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് പിന്നെ ഇതിങ്ങനെ പോയിട്ട് ഇവിടെ വരച്ച് കൊടുക്കുക. പിന്നെ ഇത് ഇതേമാതിരി വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇവിടെ ഇത്ര വരെ കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പോൾ ഈ ലൈനിങ് മെല്ലെ ഒന്ന് എടുത്ത് ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ അടയാളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഈ ലെങ്ത്താണ് നോക്കേണ്ടത്. ഇത് ലെങ്ത്ത് ഞാൻ പറഞ്ഞില്ലേ, വേസ്റ്റ് റൗണ്ടിനേക്കാളും കുറച്ചും കൂടി അടിയിക്കാക്കിയിട്ടാണ് ഞാൻ അതിൻ്റെ അളവെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അളവെടുത്തത് 14 ഇഞ്ചായിരുന്നു. അപ്പോൾ ഈ ഒരു അളവ് ഇവിടെ ആദ്യം 14 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 4 ഇഞ്ച് കുറച്ചാൽ വേസ്റ്റ് റൗണ്ട് എത്തും. അപ്പോൾ അത്ര അളവെടുക്കണവർക്ക് അത്ര അളവെടുക്കാം. പക്ഷേ ഞാൻ വേസ്റ്റ് റൗണ്ടിനേക്കാൾ കുറച്ച് ഒരു ഹിപ്പിൻ്റെ അവിടെയൊക്കെയാണ് ഈ ഒരു അടയാളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് കൊടുത്താൽ മതി. ഇതിന് ഈ ലൈനിങ് ചെരിവുണ്ടിച്ചിട്ട് ഇതിവിടെ ചെയ്യിച്ച് കൊടുക്കണ്ട. അപ്പോൾ ഇതിങ്ങനെ ഒരു 14 ഇഞ്ചിലാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ പാർട്ട് ഞാൻ വെട്ടിയെടുത്തത് 23 ഇഞ്ചിലായിരുന്നു. 23 ഇഞ്ചിൽ ഞാൻ പറഞ്ഞ ഈ ഒരു ക്ലോത്തിൻ്റെ ഫുള്ള് പാർട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ 23 ഇഞ്ച് ഇത് ഫുള്ളായിട്ട് എടുത്ത് ഇവിടെ നിന്ന് കേട്ട് 23 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇത് ഫുള്ളായിട്ട് എടുത്ത് എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ ക്ലോത്ത് ഫുള്ളായിട്ട് എടുത്തിട്ട് ഇതിമൊക്കെ പേരിനൊന്നും ഞെറിയിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ചെറിയൊരു ഞെറികൾ. കാരണം ഇവിടെ ഫുള്ളായിട്ട് ഞെറി വരുന്നതുകൊണ്ട് ഇവിടെ ഒന്ന് അകലം വിട്ടിട്ട് ഇങ്ങനെ ഞെറി മതി. അപ്പോൾ ഇത്ര ഭാഗമൊക്കെ മതി, ഒരു 5 ഇഞ്ചൊക്കെ കൂടുതൽ മതി ഇങ്ങോട്ട് ഞെറിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പേരിന് ഞെറിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഞാൻ 2 ഭാഗമാക്കിയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ തന്നെ നമുക്കൊരു 4 പാർട്ടാക്കി കിട്ടും. ഇതൊരു പാർട്ട്, ഇത് 2, പിന്നെ ഇവിടെ 2 ഉണ്ടല്ലോ, അപ്പോൾ 2. അപ്പോൾ ഇത് 4 ഭാഗമാക്കിയിട്ടാണ് ഞാൻ ഇതിമൊക്കെ ഞെറിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം 23 ഇഞ്ചും ഈ ഒരു ഭാഗം 10.5 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ 10.5 ഇഞ്ച് തന്നെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറഞ്ഞത്. മനസ്സിലായില്ലേ, ഇതാണ് ഇതിൻ്റെ ഭാഗങ്ങളുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഞാൻ ചെയ്തത് ലാസ്റ്റ് പീസ് കൊണ്ട് അതിൽ ബാക്കി വരുന്ന പീസ് കൊണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ക്രോസ് പീസ് ഞാൻ പറഞ്ഞില്ല, നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ ഈ സ്ട്രാപ്പ് ഉണ്ടല്ലോ, അത് ക്രോസ് പീസായിരുന്നു. അപ്പോൾ ഈ ക്രോസ് പീസിൽ ഈ സ്ട്രാപ്പ് നമ്മൾ ഫ്രണ്ടിക്ക് 5 ഇഞ്ചും ബാക്കിക്ക് 5 ഇഞ്ചും അങ്ങനെ 10 ഇഞ്ച് ഇവിടെ തന്നെ വേണം. പിന്നെ ഇവിടേക്ക് നമ്മൾ 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 7 ഇഞ്ചും അങ്ങനെ തന്നെ 24 ഇഞ്ചായത്. അങ്ങനെ ഈ 10 ഇഞ്ചും ഈ 7ഉം 40 ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ് ഈ 24 ഇഞ്ചായത്. അങ്ങനെ ഈ 24 ഇഞ്ചാണ് നമ്മൾ 2 ഇവിടെ അതുപോലെ വേണമല്ലോ. അപ്പോൾ 2 ക്രോസ് പീസ് നമ്മൾ 24 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ക്രോസ് പീസ് ഒരു ക്ലോത്തിൻ്റെ ഇങ്ങനത്തെ പാർട്ടാണ്, ചെരിച്ചിട്ടുള്ള പാർട്ടിനാണ് ക്രോസ് പീസ് എന്ന് പറയൽ. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത് 2 ഇഞ്ചായിരുന്നു. അതുപോലെ തന്നെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമ്മൾ ചെരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് ഇവിടെ ക്രോസ് പീസ് തന്നെ വെക്കണം. അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള പീസ് വെച്ചാൽ എങ്ങനെയായാലും ചുളിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇവിടെ ഈ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗത്തും ഈ ചെരിച്ചുള്ള ഭാഗത്തും നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ 8 ഇഞ്ചായിരുന്നു ക്രോസ് പീസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനും ഈ ഒരു 2 ഇഞ്ചായിരുന്നു അതിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഏതൊരു ഭാഗം എനിക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മിസ്സായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും.
അപ്പോൾ ഈ ഒരു 2 ക്രോസ് പീസാണ് നമ്മൾ ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളത്. 2 എണ്ണമല്ല, ഇത് 2 എണ്ണം വേണം. ഇങ്ങനത്തെ ഒരു 2 പീസും വേണം, ഇങ്ങനത്തെ ഒരു 2 പീസും വേണം. അപ്പോൾ ഇത്രയാണ് ഇതിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കണു. അപ്പോൾ പിന്നെ ഞാൻ കട്ട് ചെയ്യണേയും സ്റ്റിച്ച് ചെയ്യണേയും വീഡിയോ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. അത് ആവശ്യമുള്ളവർ വാച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ മനസ്സിലായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ.